ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. ഇന്ന് ഇത്തിരി കുറച്ചധികമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കാരണം അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാധനങ്ങളൊക്കെ ഞാൻ സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് ചിക്കൻ എത്രയാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിന് കുറച്ച് അധികം എണ്ണ ആവശ്യമുള്ളത്. എണ്ണ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വാടണ വരെ ഇളക്കി കൊടുക്കാം. ഇച്ചിരി വെളുത്തുള്ളിയും കരിയരുത്. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ചധികമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് സവാള തക്കാളിയൊക്കെ ഇട്ടാൽ മതി. ഈ സവാള ഒന്ന് നല്ലപോലെ വാടി വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വരട്ടോ. ഇതിപ്പോ ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി നേരിയതായിട്ട് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക. തക്കാളി ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് ഉടയണം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടാം. നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി. ഇതിങ്ങനെ ആയിരുന്നു. നല്ലപോലെ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക, ടേസ്റ്റിനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഒന്നിനും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അതുവരെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് ഇതിന് വെള്ളം പുറത്തേക്ക് വെക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്ത് ഈ ചാറൊക്കെ വറ്റിയൊന്ന് കുറുകണം. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ചിക്കൻ ഒന്ന് ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു ഇതിൽ കിടന്നിട്ട് നല്ലപോലെ വേഗത്തെ മൂടി വെച്ച് വേവിക്കും. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനാണ്. ഇനി തുറന്ന് വെച്ചിട്ട് ഇപ്പൊ ചിക്കനൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിച്ചീര ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തേക്കാം.